പക്ഷേ ഈ സങ്കടങ്ങളെ ശരിക്കും പറഞ്ഞാൽ പൗലോസിന് പറ്റിയ ഒരു അബദ്ധം എന്ന് പറയുന്നത് അമ്മയെ കണ്ടുമുട്ടിയില്ല എന്ന് തന്നെയാണ്. ഇതിൻ്റെ ഇരട്ടി എന്തെല്ലാം സങ്കടങ്ങളുണ്ടായിരുന്നുള്ള ആളാണ് അമ്മ. അമ്മ പക്ഷേ ആരോടും അത് പറഞ്ഞില്ല. ലൂക്കായും അമ്മയുമായിട്ട് നല്ല ഡയലോഗ് ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ ബാല കാലഘട്ടങ്ങളൊക്കെ കുറിച്ച് ലൂക്കായിലേ പറയണത്. അപ്പോൾ അവരമ്മയുമായിട്ട് നല്ല ഡയലോഗ് ഉണ്ടായിരുന്നതാണ്. പൗലോസിൻ്റെ ശിഷ്യനാണ് ലൂക്ക എങ്കിലും ലൂക്ക വഴി പോലും പൗലോസ് അമ്മയെ കണ്ടുമുട്ടിയില്ല. അമ്മയ്ക്കാണ് ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഈ വിഷയം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയുള്ളൂ, എഴുതിപ്പോലും വെക്കില്ല. അങ്ങനെയൊക്കെ എഴുതി വെക്കാനാണെങ്കിൽ ആ സങ്കടത്തിൻ്റെ സുവിശേഷം എന്തുമാത്രം ഉണ്ടാകും. ആരോടും പറയാത്ത അതൊക്കെ ഏൽപ്പിച്ച ജോലിയാണെന്നുള്ള രീതിയാണ് കർത്താവിൻ്റെ വിഷയത്തിൽ. അത് തന്നെയാണ് ഉള്ളത്. കർത്താവിൻ്റെ വിഷയം പറയുമ്പോൾ ഇപ്പോൾ പൗലോസിനെ പോലുള്ള സിറ്റുവേഷൻ കർത്താവിനും ഉണ്ടായിരുന്നു. കർത്താവ് നിങ്ങളെല്ലാവരും എന്നെ ഇട്ടച്ച് പോകുന്ന കാലം വരും. പൗലോസ് സംഭവിച്ചതിന്, ഈശോയ്ക്ക് സംഭവിച്ചതിന് പൗലോസ് സംഭവിച്ചത്. പൗലോസ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയാണ് പറയണത്. എൻ്റെ വാദങ്ങളിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി, നിങ്ങളെന്നെ സഹായിച്ചില്ലെന്ന് തന്നെ പറയണത്. ഈശോ കുറ്റപ്പെടുത്താതെയാണ് പറയണത്. അപ്പോൾ ഈ കുറ്റപ്പെടുത്തുന്ന പൗലോസിൽ നിന്ന് കുറ്റപ്പെടുത്താത്ത ഈശോയിലേക്ക് ഇത്തിരി കൂടി നടന്നു കയറാനുണ്ട്. അത് നടന്നു കയറിയ ആളാണ് മറിയം. മറിയം അത് ഹൃദയത്തിൽ സംഗ്രഹിക്കും. അപ്പം ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്നുള്ള ആധ്യാത്മികതയുടെ വലിയ കോൺസെപ്റ്റ് മറിയത്തിൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ സംഭാവനയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം സംസാരിക്കാതിരിക്കുന്നു സഹനങ്ങളിൽ, അതൊരു വിജയമാണ്. ഞാൻ സംസാരിക്കും ചില സമയത്ത് സഹനങ്ങളെക്കുറിച്ച്. അത് എനിക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടണമെന്നുള്ള ഉദ്ദേശത്തിലല്ല സംസാരിക്കണത്. നമ്മൾ കടന്നു പോകുന്ന വഴികളിൽ നമ്മളെടുത്ത നിലപാടുകൾ നമ്മുടെ അധികാരികൾ മനസ്സിലാക്കണമെന്നുള്ള ഒരു ലൈനിലാണ് അത് സംസാരിക്കണത്. അത്ര ഈസി അല്ല. ഇരുന്നിട്ട് പോലും ആ ഒരു പാഠം നമ്മൾ പഠിച്ച് പരീക്ഷ എഴുതിയവരാണെന്ന് ഉള്ളൊരു സൂചന, അല്ലെങ്കിൽ നമ്മൾ ശുദ്ധഗതിക്കാരായിട്ട് ഈ മേഖല വന്നതല്ല എന്നുള്ളൊരു ബോധ്യം നമ്മൾ നയിച്ചുകൊണ്ട് പോകുന്നവർക്ക് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ മിഷൻ തെറ്റിദ്ധരിക്കപ്പെടും. ഞാൻ നിങ്ങളോട് പറയുന്നതിൻ്റെ കാരണം ലെസ് കംപ്ലൈൻ്റ് ആയിട്ട് പോകാൻ പറ്റുമെന്ന് നോക്കണം. അപ്പോൾ അതുപോലെ തന്നെ കംപ്ലൈൻറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ്, അത് കംപ്ലൈൻറ്റ് ഫ്രീ ആയിട്ടുള്ള ലൈഫ് വല്ലാത്തൊരു ആധ്യാത്മികതയാണ്.